ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ മോൻ്റെ 3rd ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കിയാലോ. രാവിലത്തിന് ഞാൻ കുളിച്ച് പാലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മോൻ ഇതുവരെ എണീറ്റിട്ടില്ല, ഇനി വേണം പോയി എണീപ്പിക്കാൻ. അവസാനം നമുക്ക് പാലൊക്കെ കിട്ടി. നമ്മളിതന്നെ അക്കുൻ്റെ അടുത്ത് പോയി അക്കുനെ എണീപ്പിക്കാൻ നോക്കാം. അപ്പോൾ അക്കുട്ട് നല്ല ഉറക്കത്തിലാണ്. ശരിയാണ്, ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നിയില്ല. കുറച്ച് സമയം കൂടെ ഉറങ്ങട്ടെ വിചാരിച്ചു. രാവിലെ തന്നെ അവനെയും കൂട്ടി അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തെ പരിപാടി രാവിലെ തന്നെ കുറച്ച് നന്നാക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ നന്നാക്കായിരുന്നു. ആ സമയം നോക്കിയാൽ എണീറ്റ് ഫുൾ ഹാപ്പിയിലായിരുന്നു എണീറ്റത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നേരെ അവനെ എടുത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിപ്പിച്ച് വന്ന സാർ ഇങ്ങനെയാണ്, അവന് തല തോർത്തേണ്ടത് അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ അവനെ പിടിച്ച് തലയൊക്കെ തോർത്തി വിളക്കൊക്കെ കത്തിച്ച് വാടാ പറയുമ്പോൾ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ അവനെ പിടിച്ച് നമുക്ക് ഓട്ടോറിക്ഷയിലൊക്കെ പോവാം പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവന്ന് നിർത്തിയത്. പിന്നെ അവനിങ്ങനെ പ്രാർത്ഥിക്കുക, നമ്മൾ പറയുന്ന പോലെ ഓരോന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. നല്ല മോനായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവനെ കൂട്ടിയിട്ട് വന്നിട്ട് അവന് ഭക്ഷണം കൊടുക്കാൻ വിചാരിച്ചു. റവ ഉപ്പയും പഴവുമായിരുന്നു. അത് നമ്മളവന് കൊടുത്ത് നേരെ അവനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിതാ ടൗണിലുള്ള അടുത്തുള്ള തന്നെ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓട്ടോയിലാണ് പോണത്. സാറെന്താ നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലം. നമ്മൾ ഗുഡലൂർ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രമാണിത്. പിന്നെ അമ്മ അവിടെ പുഷ്പാഞ്ജലിക്ക് ചീട്ടാക്കായിരുന്നു. പിന്നെ നമ്മളവിടെ തൊഴുത്. അപ്പോൾ എനിക്കൊരു വെള്ളപ്പൂവാണ് കിട്ടിയത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് എപ്പോഴും വെള്ളപ്പൂ കിട്ടുകയാണെങ്കിൽ നല്ലതെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റി വരികയായിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ അമ്പലത്തിൽ കുറച്ച് സമയമായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി. അപ്പോൾ അമ്മേൻ്റെ ഗിഫ്റ്റ് അവന് കൊടുക്കാമായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ വേണ്ട, എനിക്ക് ഡ്രസ്സ് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട. അപ്പോൾ വാശി തുടങ്ങി അവൻ്റെ. പിന്നെ അപ്പോൾ ഞാൻ നേരെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കാൻ വിചാരിച്ചു. നാളുണ്ട് അന്ന് സദ്യ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളത് സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. സേമിയ പായസം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ആയിരുന്നു. അതിൻ്റെ മേലെ നമ്മൾ മല്ലിച്ചപ്പും പുതിന ഇലയും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ കുറച്ച് ഇളക്കാൻ. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. പിന്നെ അക്കുവിന് സേമിയ പായസം നമ്മൾ നേരത്തെ കൊടുത്തു. അവൻ നല്ല ഇഷ്ടപ്പെട്ട് കുടിക്കാൻ ചവിട്ടി വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, അവൻ കഴിച്ച എല്ലാ സ്ഥലത്താവും വിചാരിച്ചിട്ട് നമ്മളതൊക്കെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ നമ്മൾ നേരെ ബിരിയാണി കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ അനിയന്മാർ 2 പേരും, അനിയത്തിൻ്റെ ഭർത്താവ്, പിന്നെ എൻ്റെ അനിയൻ, ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ അക്കു എണീറ്റ് വന്നോണ്ട് മാമൻ്റെ മേത്ത് കയറി മാമനടുത്ത് വന്നൊക്കെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ വൈകുന്നേരം കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടി തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അക്കുവിന് അച്ഛൻ്റെ കൂടെ ചെറുതായിട്ട് കുറച്ചടുത്ത് കട വരെ നമ്മൾ പോകാൻ പറഞ്ഞു. അപ്പോഴേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചാൽ ഞാൻ ബലൂണൊക്കെ ഊതി അനിയന്മാരൊക്കെ ഇങ്ങനെ പരിപാടി തുടങ്ങായിരുന്നു. അപ്പോൾ അക്കു പെട്ടെന്ന് കയറി വന്നപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവൻ ആകെ സന്തോഷത്തിൽ ഫുൾ ഹാപ്പി ബർത്ത്ഡേ ടു എന്നൊക്കെ സ്വന്തം പാടുമായിരുന്നു. അപ്പോൾ അമ്മ തലയിൽ അത് വെച്ച് നോക്കുമായിരുന്നു അവൻ വെക്കുമെന്ന്. അവൻ വെച്ചില്ല, അവൻ തട്ടി വിട്ടു അത്. പിന്നെ അനിയത്തി വിളക്കൊക്കെ കത്തിക്കുകയാണ്. വിളക്കൊക്കെ കത്തിച്ച് നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. അവൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവൻ്റെ മൈൻഡിലുള്ളത് ആ ഒരു കേക്കിൽ 3 കാറുണ്ട്. കാറിൽ തന്നെ കേക്ക് ചെയ്തത് അത് മാത്രമേ അവൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ കൊടുക്കണമെന്നൊന്നും അവൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. അവൻ ആ ഒരു കാർ എടുക്കണം, കളിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ കേക്കൊക്കെ കഴിച്ച് വാരി കൊടുക്കാനൊന്നും അച്ഛന് വാരി കൊടുക്കുന്നത് ഇടയ്ക്ക് മാത്രം ഒരു ഓർമ്മ വരും. അതുവരെ കേക്കിൽ തന്നെയായിരുന്നു മൈൻഡ് ഉണ്ടായിരുന്നത്. പിന്നെ ആരും വാരിയൊക്കെ കൊടുത്തു. അവൻ്റെ അച്ഛൻ ഇന്ന് ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നില്ല. അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.